മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു പപ്പാസ് കറി വെച്ചാലോ? എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? കണ്ടോ, ചതുരപ്പുളി അല്ലെങ്കിൽ ഷാർപ്പിട്ട് വെക്കാം. ആദ്യം അത് അരിഞ്ഞെടുക്കുക. നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ അതിവിടെ തന്നെ ഇരുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് കടു വറുത്തിട്ട് ഉള്ളി എടുക്കുക. വേണ്ട ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ആദ്യം ഒരു ഉള്ളി എടുക്കുക. പാനത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഉള്ളി അരിഞ്ഞെടുക്കുക. ഒരു പച്ചമുളക് അരിഞ്ഞെടുക്കുക. എന്നിട്ടത് കടുക് വറുക്കുക. അത് ഷാർപ്പിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാം കേട്ടോ. ഉള്ളി ഇട്ട് കൊടുക്കുക. കടുക് വറുത്ത ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക. നമുക്ക് ആ ഉള്ളി വഴറ്റിയെടുക്കാം. അതിന് വേണ്ടത് ഷാർപ്പിട്ട് അരിഞ്ഞെടുക്കുക. പല രീതിയിലും അരിയാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിക്കുക. അതിൻ്റെ കുരു മാറ്റി കളയണം. കുരു അതിൻ്റെ ഇടയ്ക്ക് ഇടുന്നാൽ കടിക്കും. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകം, തേങ്ങാപ്പാൽ, ഉപ്പ് ആവശ്യത്തിന്, ആദ്യം നമുക്ക് ഉള്ളി പച്ചമുളകും കൂടെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ചതുരപ്പുളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ലൊരു പപ്പാസ് കറി എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കും. റൊട്ടി, പൊറോട്ട, ചപ്പാത്തി, ചോറ്, നമ്മൾ എന്ത് സാധനം കഴിക്കുമെന്ന് വെച്ചാൽ ആ സാധനത്തിൻ്റെ കൂടെ. ഷാർപ്പിട്ട് കണ്ടോ, നമ്മുടെ നാട്ടിലൊന്നും ആർക്കും വേണ്ട, വെറുതെ കിടന്നു പോവുക. ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കിയാൽ മതി, നമുക്കത് കഴിക്കാം. ഷാർപ്പിട്ട് കറി പപ്പാസ് വെക്കാം നമുക്ക്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്ത് രുചിയായിരുന്നു അറിയാം. അതിൻ്റെ ആ ചെറും മധുരവും ചെറുപുളി എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു പ്രത്യേക രുചിയാണ്. എന്നിട്ട് നമുക്ക് ആ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഷാർപ്പിട്ട് പപ്പാസ് റെഡി. കണ്ടോ? ഷാർപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് പപ്പാസ് കറി ഉണ്ടോ? എല്ലാവരും ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ചതുരപ്പുളി കണ്ടോ? ഇതും കണ്ട് ഞാൻ പപ്പാസ് വെച്ചതാണ്. എൻ്റെ ചാനൽ മറക്കണ്ട, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ദാ